പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയത്തെ വേഗത്തിൽ ഒന്ന് അപഗ്രഥിച്ച് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഇരിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. പത്രോസ് ഇവിടെ പറയുന്നത് എന്താ? അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാകുന്നു. മോഹം ഗർഭധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. ശ്രദ്ധിക്കണേ, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. മോഹം നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നു? റോമാലേഖനം 1-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിലെ തങ്ങളുടെ നിരൂപണങ്ങൾ അവരെവിടെ കൊണ്ടെത്തിച്ചു? എവിടെ കൊണ്ടെത്തിച്ചു? ഒരു മറുപടി പറയാമോ അവരെവിടെ കൊണ്ടെത്തിച്ചെന്ന്? വേദപുസ്തകത്തിലൂടെ നമുക്കതൊന്ന് പറയാമോ? എനിക്കങ്ങനെ വേദപുസ്തകത്തിലൂടെ ആൻസർ തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കാൻ തന്നെ എന്ത് മാധുര്യമാണെന്നറിയാം. തങ്ങളുടെ നിരൂപണം അവരെവിടെ കൊണ്ടെത്തിച്ചു? ഒരു നികൃഷ്ട ബുദ്ധിയായി തീരത്തക്ക നിലയിൽ മനുഷ്യനെ കൊണ്ടെത്തി. നികൃഷ്ട ബുദ്ധി. മെൻ വാസ് എ എഡ്യൂക്കേറ്റഡ് ആനിമൽ. അവനൊരു വിവേകമുള്ള മൃഗമെന്ന് ഒരു വലിയ ചിന്തകൻ പറഞ്ഞത് ഞാൻ ഓർത്തുപോയി. മനുഷ്യനൊരു വിവേകമുള്ള മൃഗമായി മാറി. കോട്ടുണ്ട്, ടൈ ഉണ്ട്, ഷൂ ഉണ്ട്, സോക്സ് ഉണ്ട്, സിനിമ സ്റ്റൈലിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഒരു ബീസ്റ്റാണ്, ഒരു മൃഗത്തിന് തുല്യമാണ്. എന്താ കാര്യം? ദൈവം എന്നൊരു ഘടകമൊന്നില്ല. അവന്റെ ലക്ഷ്യം എന്താ? പരസ്പരം കൊന്നുപിടിക്കുക, പരസ്പരം കത്തിച്ച് ചാമ്പലാക്കുക. സാരി ചിലർ പറയത്തില്ലേ, പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറയത്തില്ലേ? ഇപ്പൊ ഇറാനിലും അമേരിക്കയും കൂടി നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തി പഠിച്ചു നോക്കിയേ. അമേരിക്ക ആ സമുദ്രം മുഴുവൻ ഒരു യുദ്ധക്കടലാക്കി മാറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവരാണെങ്കിൽ ഈ പൊട്ടന്മാർ കുറെ മിസൈലെല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം കൂടി കുടഞ്ഞു കൊണ്ടുവന്ന് അവിടെ ഇടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പഴയ കുറെ പാട്ട മിസൈലുകൾ. ഞാൻ അതിനെക്കുറിച്ച് വിവാദമായിട്ട് പ്രസ്താവനകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും 1-2 കാര്യം പറയാതിരിക്കാൻ വയ്യ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കരുത്തനായ ശക്തനായ വ്യക്തിയായിരുന്നു സദ്ദാം ഹുസൈൻ, ഗദ്ദാഫി. അത് കഴിഞ്ഞുള്ളൂ ഈ ഖൊമൈനിയൊക്കെ. ഈ 80-85 വയസ്സനായ മനുഷ്യൻ. അദ്ദേഹം ഒരു ഭക്തനാണെന്ന് ചോദിച്ചാൽ ഭക്തനല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഭക്തനാണെങ്കിൽ ഭക്തന്റെ എന്തെങ്കിലും ഒരു ഗുണവും മണവും കാണണ്ടേ? ഒന്നുമില്ലല്ലോ. 5 നേരം നിസ്കരിക്കുന്നതിനാ വല്ലവരും കൊന്നു പിടിക്കാനോ? ഞങ്ങൾ ഇസ്ലാമികളാണ്, കലതീർന്ന ഇസ്ലാമികളാണ്, ഞങ്ങൾ മനുഷ്യസ്നേഹികളാണെന്ന് പറഞ്ഞ് പിന്മാറാനായിട്ട് എന്താ ഇയാൾക്ക് പറ്റാത്തത്? പണ്ടാരണ്ണം പറഞ്ഞല്ലോ, ചാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ചു പോകും ചില സമയം. സ്തോത്രം. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരു വലിയ യുദ്ധസന്നാഹം അത് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? $60 കിടക്കുന്ന ഒരു ബാരലിലെ പെട്രോളിന്, എണ്ണയ്ക്ക് $200, $250, $300 ആകുമെന്ന് യുദ്ധവിദഗ്ധർ കണക്കുകൂട്ടുന്നു. ചിലപ്പോൾ സാധ്യതയുണ്ട് അതിന്. അങ്ങനെ വരാതിരിക്കട്ടെ. നമ്മളെ വാഹനമൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ മോഹമെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഹീറോ ആകണം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമാകണം. ഞങ്ങൾക്ക് മിസൈൽ സംവിധാനത്തിൽ 1-ാം നമ്പർ ആകണം. ഞങ്ങൾക്ക് വാർക്രാഫ്റ്റിൽ 1-ാം സ്ഥാനത്തെത്തണം. ഞങ്ങൾക്ക് യുദ്ധത്തിൻ്റെ സകല മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾക്ക് വാങ്ങിക്കൂട്ടണം. ഞങ്ങളുടെ കാശ് എത്ര പോയാലും സാരമില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന മോഹങ്ങൾ. വലിയ വലിയ ലീഡേഴ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മോഹങ്ങൾ, താല്പര്യങ്ങൾ. ഈ മോഹങ്ങൾ എവിടെ കൊണ്ടെത്തിക്കും? യാക്കോബ് എന്താ പറയുന്നത്? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. ലോക മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ആത്മീകരെന്ന് അഭിമാനിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവഹിതമല്ലാത്ത മോഹങ്ങൾക്ക് പാലൂട്ടരുത്, അതിനെ താലോലിക്കരുത്. അതിനെ ശാസിച്ചകറ്റിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവ വഴിയോടി നടക്കുവാൻ ദൈവമക്കൾ കരുതിക്കൊള്ളണം. അന്യായമായ മോഹങ്ങൾ നമ്മളെ നാശത്തിലേക്കും തന്മുഖാന്തരം നിത്യമായ നരകാഗ്നിയിലേക്കും എത്തിക്കുമെന്നൊരു ദൂത് ഈ മെസ്സേജിൻ്റെ ഇടയിൽ നിന്ന്
കടഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതിനൊന്നും പറയാൻ അധികം ആളൊന്നുമില്ല. എല്ലാവരെയും സൂചിപ്പിക്കുന്ന മെസ്സേജുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ പറഞ്ഞാൽ തന്നെയും ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത നിലയിൽ പറഞ്ഞു പോവുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പറയാനുള്ള നിയോഗം കിട്ടുന്നില്ല. പലപ്പോഴും അങ്ങനെ ചിന്തിക്കും, അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ സംഭവം ഗൗരവമായി പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഹിതമില്ലാത്ത മോഹങ്ങളെ താലോലിക്കരുത്, അതിനെ പാലൂട്ടരുത്. അത് ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ അത് സാത്താൻ കൊണ്ടുവന്ന മോഹമാണ്, ചിന്തയാണെന്ന് കരുഞ്ഞ് അതിനെ ശാസിച്ചകറ്റിയിട്ട് ദൈവകൃപയിൽ അളഞ്ഞുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തു നിന്നും ഞാൻ വിരമിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരും ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദാനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എല്ലാ വിഷയവും ഞാൻ സാധാരണ പറയാറില്ല. ഹൃദയത്തിൽ പ്രകാശിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പൊരുളുകളിലേക്കും സാധാരണ പോകാറുള്ളത്. ഇവിടെ ഇപ്പോൾ വായിച്ചു നിർത്തിയ വാക്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ബോണഗൈൻ, വീണ്ടും ജനനം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു മഹാനായ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന ചരിത്രം യോഹന്നാൻ നമുക്ക് തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം ചില വാക്യങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്നൊരു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് യേശുവിനോട് പറയുകയാണ്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു എന്താ അവരോട് പറയുന്നത്? യേശുവിനെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ യേശു അവനെ തിരിച്ച് പ്രശംസിക്കുമെന്ന് പുള്ളിക്ക് ഒരു തോന്നലുണ്ടായി. ഇന്നിപ്പോൾ അതല്ലേ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസ. ബൈബിൾ കോളേജിൽ പോയി എന്തെങ്കിലും ചപ്പും ചവറും പഠിച്ചവന് നമ്മുടെ മധ്യത്തിൽ റവറൻഡ് ഡോക്ടർ ഡാഷ് ഡാഷ് വന്നിരിക്കുന്നു. എനിക്കത് കേൾക്കുമ്പോൾ ഇതുപോലെ അലർജി. കർത്താവിൻ്റെ ദാസൻ, നന്നായി ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മധ്യത്തിൽ വന്ന് നമ്മളെ ദൈവവചനം പഠിപ്പിക്കും, അല്ലെങ്കിൽ വചനത്തിൽ നമ്മോട് സംസാരിക്കും, വചനത്തിൽ നമ്മൾ പ്രസംഗിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ആത്മീയരായിട്ടുള്ളവർക്ക് സന്തോഷമുണ്ടാകും. എന്നെപ്പോലെയുള്ളവർക്ക് ഡോക്ടർ റവറൻഡ് ഡാഷ് ഡാഷ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്വന്തം പറയുക സന്തോഷം കൂടി അങ്ങ് അസ്തമിച്ചു. നമുക്ക് റവറൻഡും ഡോക്ടറും ഒന്നും വേണ്ട. അതൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ മതി. ഒരു കർത്താവിൻ്റെ എളിയ ദാസൻ എന്ന് പറയുന്നതിനേക്കാൾ വലുത് വേറൊന്നുമില്ല. ദൈവമക്കളെ, നിങ്ങൾ നായകന്മാരാകരുത്, നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്. കർത്താവ് പറഞ്ഞോ ഇല്ലയോ? മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞോ? എന്താ അത് മനസ്സിലാക്കാത്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. സ്തോത്രം. നിങ്ങളെല്ലാം സഹോദരന്മാർ എന്നാ കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങളിൽ ആരും വലിയവനില്ല. നിങ്ങൾ ആരും പേരെടുക്കരുത്, നായകന്മാരെന്ന് പേരെടുക്കരുത്. ഹല്ലേലൂയ. വചനത്തിൽ അത് ശക്തമായി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അതിൽ വ്യക്തമായി കൃത്യമായി പറയുന്നത്. നമുക്ക് കുറച്ച് പഠിപ്പുണ്ടായിരിക്കാം, നമുക്ക് ഡോക്ടറേറ്റ് കിട്ടിക്കാണും, നമ്മൾ റെവറൻഡ് ആയിട്ടുണ്ടാകാം. ഇതൊന്നും പൊതുവിൽ പറയരുത്. നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും ഒക്കെ പ്രാപിച്ച ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ വന്നാൽ, ഒരു ദൈവവചനം നന്നായി പ്രസംഗിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ദൈവവചനം സംസാരിക്കുമ്പോൾ അത്രയും മതി. റവറൻഡും ഡോക്ടറും ഒന്നും, അതായത് ഇങ്ങനൊരു വാക്യം ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താണ് ആ വാക്യം?
ലോകത്തിന്റെ മുൻപാകെ ഉന്നതമായത് എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ അറപ്പാകുന്നു. നിങ്ങൾ ആരും നായകന്മാരെന്ന് പേരെടുക്കരുത്. ഒരുവനത്രേ നിങ്ങളുടെ നായകൻ. നിങ്ങളെല്ലാവരും ബ്രദേഴ്സ്, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. അതിനപ്പുറം നമുക്കൊന്നും വേണ്ട പ്രിയമുള്ളവരെ. നമ്മൾ ആരും വലിയവരാകാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഒരു വിശേഷവുമില്ല. തോർത്തെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകിയതുപോലെ നമ്മളും പരസ്പരം കാല് കഴുകാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പദവി. 2 പ്രാവശ്യം സഹോദരന്മാരുടെ കാല് കഴുകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കട്ടെ ദൈവമക്കളെ. 2 പ്രാവശ്യം. ഒന്ന് ഗൾഫിൽ വെച്ചും ഒന്ന് സ്തോത്രം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ വെച്ചും ആ അവസരം ലഭിച്ചു. യോഹന്നാൻ 23:8-9 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളെല്ലാവരും സഹോദരന്മാരും. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. എത്ര വ്യക്തമായി കൃത്യമായി അപ്പോസ്തലൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് ഇത് ഗ്രഹിച്ച പൗലൂസ് അല്ലേ പറയുന്നത് ഞാനൊരു ചാപിള്ളയാണെന്ന്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെ, പല പ്രാവശ്യം ഞാനോട് പറഞ്ഞിട്ടുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ. അതൊന്നുകൂടി വേണമെങ്കിൽ പറയാൻ എനിക്ക് ഹേമമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുക. ദൈവാത്മാവ് ഉള്ളിൽ ഹേമിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് പറഞ്ഞേ പറ്റൂ. കാരണങ്ങൾ പലരും ഇത് കേൾക്കുന്നുണ്ട്, പലരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴും അവരെ തിരുത്താൻ കഴിയാതെ പിന്നെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരൊക്കെ ഇത് മനസ്സിലാക്കിക്കോണം. കർത്താവിൻ്റെ ദാസനായ പൗലൂസ് പറഞ്ഞ ആ പ്രസ്താവന, ആ സ്തോത്രം, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കണം. അത് വായിക്കാൻ സമയമില്ല. അനേകർക്ക് കർത്താവ് പ്രത്യക്ഷനായി. അനേതര യാക്കോബിനും അവൻ്റെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാല പ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, മാസം തികയുന്നതിന് മുൻപ് പ്രസവിച്ച് വീണ ഒരു മാംസ കഷ്ണം എന്നുള്ള നിലയിലാണ് അത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന. ഒരു അകാല പ്രജ പോലുള്ള എനിക്ക് പ്രത്യക്ഷനായി. തന്നെ തൻ്റെ ഡിഗ്രി എടുത്ത് കാണിക്കുക. അവിടെ ഞാൻ അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവനാണ്, അതാ തൻ്റെ ഡിഗ്രി. സഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല, എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. എന്താ ദൈവമക്കളെ ഇത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ വായിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. 3-ാം അധ്യായത്തിൽ ഒരു യേശുവിൻ്റെ അടുക്ക ഒരുത്തം വരിക. യേശു അവനെ പ്രശംസിച്ചല്ല പറഞ്ഞത്. നീ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ചെയ്തിരിക്കുന്നു, നീ ദൈവമാണെന്നൊക്കെ നിലയിലാണ് തിമോത്തി അവിടെ പറയുന്നത്. പുള്ളി നിക്കോദെമോസ്. യേശുവിനോട് എന്താ പറയുന്നത്? ആമീൻ ആമീൻ ഞാൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രമാണമാണ് ബോൺ അഗെയിൻ, വീണ്ടും ജനനം. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അതില്ല. അവർക്ക് അതിന് പോലെ ഒരു പരിച്ഛേദന കൊടുത്തു. ഈ പരിച്ഛേദന പുതിയ നിയമത്തിൽ വരുമ്പോൾ ബോൺ അഗെയിൻ ആണ്, ഹൃദയ പരിച്ഛേദനയാണ്. ഹൃദയത്തിലുണ്ടാകുന്ന റാഡിക്കൽ ചേഞ്ച്, മാനസാന്തരം, വീണ്ടും ജനനം, അതിനെ ഇത് കാണിക്കുന്നു. പുതിയ നിയമ വിശ്വാസി വീണ്ടും ജനനം പ്രാപിച്ചവനായിരിക്കും. ഈ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുക, യേശു അവനോട് ആമീൻ ആമീൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ജ്ഞാനിയായ നിക്കോദെമോസ് പറയുക, ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? 2ാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമെന്ന് ചോദിച്ചു. ഇതുപോലൊരു പോഷന്റെ ചോദ്യം വേദപുസ്തകത്തിൽ നമുക്ക് കാണത്തില്ല, അല്ലേ? എന്നാൽ അതിന് യേശു എന്താ പറഞ്ഞു? ആമീൻ ആമീൻ എന്നോട് പറയുന്നു,
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. എന്താണ് ഈ വെള്ളത്താലും ആത്മാവിനാലും ജനനം? ദൈവവചനമാകുന്ന ജലം, വചനത്താൽ ഒരു ജനനം, പരിശുദ്ധാത്മാവിലാൽ ഒരു രൂപാന്തരം, ഒരു നവീകരണം. ഹല്ലേലൂയ. അതിനെയാണ് ഞാൻ അടുത്ത പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരിക, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഞാൻ വരിക. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. വെള്ളത്താലും ആത്മാവിനാലും ദൈവവചനത്തെ ജലത്തോട് ഉപമിച്ചിരിക്കുന്നു. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ പുതിയ നിയമ വിശ്വാസി എങ്ങനെയുള്ളവരാണ്? വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. പത്രോസിന്റെ ലേഖനത്തിൽ അത് ശക്തമായി പറയുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മെ ജനിപ്പിച്ചതാണ്, നമ്മൾ ജനിച്ചതല്ല. നമ്മളെ ജനിപ്പിച്ചതാണ്, നമ്മൾ ജനിച്ചതല്ല, നമ്മളെ ജനിപ്പിച്ചതാണ്. ദൈവവചനമാകുന്ന കെടാത്ത ബീജം ഉള്ളിൽ വീണ് പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഒരാത്മീക ജനനം നമ്മളിൽ സംഭവിച്ചു. ഇന്നത് സംഭവിക്കുന്നില്ല. ഇന്ന് സഭകളിൽ വീണ്ടും ജനനം പ്രാപിച്ചവരില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു ചെറിയ ന്യൂനപക്ഷം. നല്ലൊരു ശതമാനം കടം മാറി, കഷ്ടത മാറി, വിസ കിട്ടി, ജോലി കിട്ടി, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ സഭയെ കൊണ്ടുവന്ന് ഉണങ്ങിയ ഭാവിയെ നനഞ്ഞ ഭാവിയാക്കി നിർത്തി അവരെ പാട്ടും പാടി തുള്ളിച്ച് അവരുടെ സ്വോത്രാഴ്ചയും പേടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാനിന്ന് കണ്ടുവരുന്നത്. ഇതൊക്കെ പറയുന്നുണ്ട് പാസ്റ്റർമാർക്ക് എന്നോട് വലിയ താല്പര്യമില്ലാത്തത്. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റുമോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് ജോലി കളഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവന്നവനാ ഞാൻ. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ പറയുന്നേ? ഒരു പാസ്റ്റർ ഒരു ഭവനത്തിൽ കയറി ചെന്നാൽ ആദ്യം അവിടെ തിരക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു കത്തോലിക്കരുടെ, ഒരു യാക്കോബക്കാരുടെ, ഒരു വർത്തമാനക്കാരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് പാസ്റ്റർ ചെന്നിരിക്കട്ടെ. അവിടെ ചെന്ന് എന്താ പ്രസംഗിക്കുന്നത്? അവിടെ ചെന്ന് എന്താ അവരോട് പറയുന്നത്? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? BSc നേഴ്സ് പഠിച്ചു നിൽക്കുന്നു, ജോലി ആയിട്ടില്ല പാസ്റ്റർ. മോനാണെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറൊക്കെ പഠിച്ചിരിക്കുന്നു, അവനൊന്നും ആയിട്ടില്ല. ഇളയ മോനാണെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വീടൊക്കെ അങ്ങനെ പോകുന്നു, ബുദ്ധിമുട്ടിയൊക്കെ പോകുന്നു. പിന്നെ പാസ്റ്റർ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന മോക്ക് ജോലി കിട്ടണം, മോന് ജോലി കിട്ടും. ഇതാണ് പ്രാർത്ഥന. ഞാൻ മിക്ക സ്ഥലത്തും കണ്ടുവരുന്ന കാര്യമാണ്. അവരുടെ ഭൗതിക കാര്യത്തിന് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് ആ വിഷയങ്ങൾക്കൊരു ക്രമീകരണത്തിന് വേണ്ടി അക്ഷാന്ത പരിശ്രമം ചെയ്യുന്ന വേലക്കാർ, വിശേഷ വേലക്കാർ. അത് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ ഉപരി അവരുടെ പാപത്തിനെതിരെ അവരോട് പ്രസംഗിക്കണം. ഏകമനുഷ്യാൽ പാപത്താൽ ലോകത്തിൽ കടന്നു, ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്തിരിക്കാൻ സകല മനുഷ്യരും പാപികളായി തീർന്നു. നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ സ്വർഗീയ മഹിമകൾ വിട്ട് മനുഷ്യനായി അവതരിച്ചു. എന്താ പറയുക? ഗോഡ് വാസ് എ മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണ് യേശു ക്രിസ്തു. പിതാവ് തന്നെയാണ് പുത്രൻ. എന്നെ കണ്ടവനും പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനായി വന്നു ഈ ഭൂമിയിൽ. എന്തിന്? മനുഷ്യനാകുന്ന നമ്മൾ തെറ്റിപ്പോയപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ മനുഷ്യനായിട്ട് വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രസംഗിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് മനുഷ്യന്റെ ഭൗതികമായ വിഷയങ്ങൾക്ക് ക്രമീകരണത്തിന് വേണ്ടി ഉപദേശങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ വൃന്ദങ്ങളെ കൊണ്ട് ഇന്നത്തെ ആത്മീയ ഗോളം നിറഞ്ഞു കിടക്കുകയാണ്. അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെ പാപത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് പാപമോചനത്തിൻ്റെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് കേൾപ്പിച്ച് അവനിലുള്ള പാപ സ്വഭാവത്തെ, അവനിലുള്ള പാപത്തിൻ്റെ കണികകളെ അടർത്തി മാറ്റി അവരൊരു വിശുദ്ധനാക്കി, ഒരു ദൈവവൈതലാക്കി തീർത്ത് അവനെ നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ എവിടെ? ചോദ്യം. ഇല്ല, കാണുന്നില്ല. ആദാമ്യ പാപം നിമിത്തം നമ്മൾ സകല മനുഷ്യരും പാപികളാണെന്നും നമ്മൾ നരകത്തിന് വിധിക്കപ്പെട്ടവരാണെന്നും നമുക്ക് ഏറ്റവും ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും പരമപ്രധാനമായ വിഷയം പാപമോചനം. മർക്കോസ് 2:5
മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത്. മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. 2:5 2:10 മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു അവിടെ 4 പേര് ചുമന്നുകൊണ്ട് വന്നത് സൗഖ്യത്തിന് വേണ്ടിയാ. ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ 4 പേരും കൂടി അവനെ കെട്ടിയെടുത്തുകൊണ്ട് വന്നത്. അത് വീട്ടിലെ എൻട്രൻസിൽ തലവില്ലാഞ്ഞിട്ട് ഓടൊക്കെ ഇളക്കിയാ കൊണ്ടുവന്ന് ഓടിളക്കി കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പ് നിർത്തി തന്നെ എഴുതിയിരിക്കുന്നത്. ആ ഓടായിരുന്നോ ഷീറ്റായിരുന്നോ അത് ഏത് ഷീറ്റായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസംഗം. എന്നാൽ ആരാണ്ടും പറയണ്ടേ, ബെതസ്താ കുളത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ വർണ്ണന കണ്ണിതിരുപോലത്തെ വെള്ളമായിരുന്നു. ഓ, നമ്മുടെ ഇന്നത്തെ പൈപ്പിലെ വെള്ളം പോലെയല്ല, കിണർ വെള്ളം പോലെയല്ല, വളരെ പ്യൂരിഫൈ ചെയ്ത വെള്ളത്തിനേക്കാൾ വലിയ മനോഹരമായ. ഇവിടെ അവിടെ വെള്ളത്തിൻ്റെ മഹത്വമല്ല വിവരിക്കേണ്ടത്. അവിടെ 38 വർഷമായി കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവശനായി കിടക്കുന്ന പെന്തക്കോസുകാരനാണെന്ന് എൻ്റെ ചിന്ത. അവനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. വർഷങ്ങളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചിട്ട് ഇപ്പോഴും അവരെ പോലെ കിടക്കുന്ന ആൾക്കാരല്ലേ ലോകത്ത്. ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ശരിക്കും കൊണ്ട് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ വിഷയം. അതെ, 5-ാം അധ്യായത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. വ്യാധിക്കാർ, കുരുടക്കാർ, മുടന്തർ, ക്ഷയരോഗികൾ, 4 ഗ്രൂപ്പ് ഇന്നത്തെ ബന്ധക്കോസുകാരായിട്ട് അങ്ങനെ വേണമെങ്കിൽ പഠിപ്പിക്കാം. കിടക്കുകയാണിങ്ങനെ, സഭകളിൽ കിടക്കുകയാണിങ്ങനെ. ആര്? ആത്മീക വ്യാധി പിടിച്ചവർ, ആത്മീക കുരുടന്മാർ, ആത്മീക മുടന്തന്മാർ, ആത്മീക ക്ഷയരോഗികൾ, ആത്മീക ജീവനില്ലാത്ത, ആത്മീകമായി ഗുരുതര രോഗം പ്രാപിച്ച പല പ്രിയപ്പെട്ടവരും പെന്തക്കോ സഭകളിൽ കിടക്കുകയാണ്. ഇന്നലെ ഞാൻ പ്രസംഗിച്ച പോലെ. എന്താ പ്രസംഗിച്ചില്ലേ? ആത്മീക ശിശുക്കൾ കിടക്കുകയാണ്. മായമില്ലാത്ത പാല് കിട്ടാതെ ആത്മീക ശിശുക്കൾ ചത്തുകൊണ്ടിരിക്കുക സഭകളിൽ. അതുപോലെ ആത്മീക രോഗം പിടിച്ചവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. ആത്മീയ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ കിടക്കുകയാണിന്ന്. ഇവർക്ക് എങ്ങനെ വിടുതൽ കിട്ടും? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുക, പാപമോചനം കൊടുത്ത ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഒരു വ്യക്തിയെ കാണുമ്പോൾ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രസംഗം അവനോട് നടത്തി ചെയ്യുക. അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കി അവനെ ദൈവത്തിന്റെ നീതീകരണത്തിലേക്ക് നടത്തി രക്ഷയിലേക്കും സ്നാനത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും പരിശുദ്ധ അഭിഷേകത്തിലേക്കും നടത്തി അവനെ പഥ്യവചനം കൊണ്ട് പോഷിപ്പിച്ച് അവനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നതാണ് ഈ രക്ഷണ്യ സുവിശേഷം. ഇതിനെ വികൃതമാക്കിയിട്ടിരിക്കുകയില്ല. സ്വന്തം ലാഭത്തിന് വേണ്ടി ഈ സുവിശേഷം വളച്ചൊടിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പേഴ്സ് വീർപ്പിക്കാൻ വേണ്ടി, കീശ വീർപ്പിക്കാൻ വേണ്ടി റേറ്റ് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എനിക്കിത് വലിയ വേദനയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ചങ്ക് പൊട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഹല്ലേലൂയ. ഇത് മുഖാന്തരം ഞാൻ ഒരു പക്ഷേ ഏതൊക്കെ നിലയിൽ അവഹേളിക്കപ്പെട്ടു വന്നാലും എനിക്കൊരു വിജയമല്ല അത്. ഞാൻ അത്ര കരുത്താ ദൈവം എനിക്ക് തന്നേക്കുന്നത്. ഇത് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരുത്തിൻ്റെ പൈസയ്ക്ക് വേണ്ടി ഒരു ലാഭത്തിന് വേണ്ടിയല്ല പ്രസംഗിച്ചേക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക നിലവാരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? സ്തോത്രം. അപ്പോൾ വീണ്ടും ജനനം എന്തിനു വേണ്ടിയാ? ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരവകാശം, രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യമായ ജീവിതം, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു രൂപാന്തര ശരീരം. അതിനുവേണ്ടിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചതെന്ന് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അടുത്ത പത്രോസ് പറയുന്നത് ആ 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് 1 പത്രോസ് 1:23, 1 പത്രോസ് 1:5 ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മെ വീണ്ടും ജനിപ്പിച്ചു, നാം ജനിച്ചിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ എന്താ പറഞ്ഞ്? യാക്കോബിന്റെ ലേഖനം പ്രസംഗിച്ചതുകൊണ്ടാണ് ഈ ഭാഗത്തിലേക്ക് ടച്ച് ചെയ്യാൻ ഇടയായി തീർന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത് എന്താ? സ്വത്വം, സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു.
അപ്പൊ പത്രോസും യാക്കോബും പറയും നമ്മളെ ജനിപ്പിച്ചില്ല, നാം സ്വയം ജനിച്ചതല്ല. ഒരു വ്യക്തി സ്വയമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നില്ല. ഒരു അപ്പനും അമ്മയും നിമിത്തമാണ് ഒരു മകൻ, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീഴുക എന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവവചനം, ഒരു 2ാം ക്ലാസ് പോലും പഠിക്കാത്തൊരു ഉപദേശി യേശുക്രിസ്തുവിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു സഹോദര എന്ന് തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, നീ ഇനി പാപിയായി ജീവിക്കണ്ട, നീ പാപമോചനം പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ അംശിയാകുവാൻ നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമെന്ന് ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ, അതേയോ ഞാൻ എൻ്റെ പാപത്തെ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് യേശുവേ നീ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമേറ്റ് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് അവൻ ജീവിച്ച് മുൻപോട്ട് വന്നാൽ, അങ്ങനെയുള്ളവൻ മരിച്ചു പോയാൽ സ്വർഗരാജ്യത്ത് കാണും. അങ്ങനെയുള്ളവൻ ജീവനോടിരുന്നാൽ കർത്താവിൻ്റെ വരവിൽ അവന് രൂപാന്തരം കിട്ടും. ഇതാണ് ലളിതമായ നിലയിലുള്ള ഒരു പഠനം. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാറുള്ളത്. ഇതിൽ വലിയ 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 തിയോളജി ഒന്നും ഇതിൻ്റെ ഇടയിലോട്ടൊന്നും കുത്തിക്കേറ്റണ്ട. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ് ഏറ്റവും മഹത്തരമായ ശുശ്രൂഷ. രക്ഷയ്ക്ക് 2 ഭാഗങ്ങളുള്ളത് ഞാൻ പറയാം. ഒന്ന് കോമൺ സാൽവേഷൻ, മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് ഏത് ജാതിയിലും മതത്തിലും ഗോത്രത്തിലും വംശത്തിലുള്ളവനും രാജ്യക്കാരനെയും ഏത് ഭാഷക്കാരനും ഏത് ജാതിക്കാരനെയും സുവിശേഷം പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തി, രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടുവാൻ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം അവരെ പഠിപ്പിക്കണം. മായമില്ലാത്ത പാലാകുന്ന ദൈവവചനം അവരെ കുടിപ്പിച്ച് അവരെ വളർത്തണം. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് അവരെ വളർത്തിയെടുക്കണം. ഇതാണ് ശുശ്രൂഷ. പ്രസംഗിച്ച് കാശുണ്ടാക്കലല്ല, പ്രസംഗിച്ച് ഗീശ കുറിപ്പിക്കലല്ല, പ്രസംഗിച്ച് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുകയല്ല. ഞങ്ങളുടെ മീറ്റിങ്ങിന് കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗൂഗിൾ നമ്പർ താഴെ കൊടുക്കുന്നു, --. ഈ നമ്പർ കൊടുത്തില്ലെങ്കിൽ അവരുടെ പ്രസംഗം ശരിയാകത്തില്ല. അവരുടെ പരസ്യത്തിന് എന്തോ അപാകത വന്നതുപോലെയാണ്. തട്ടിപ്പറിച്ച് മേടിക്കുക ഇവിടെ ഓരോരുത്തന്മാർ. നാളത്തം പറയണ്ടായി, പൈസ കൊണ്ടുവന്നില്ല അമ്മ, സാരമില്ല, കയ്യിലുള്ള മാല, വള, മൂക്കുത്തി, കാക്കുത്തി, ചെവിക്കുത്തി, ഏതൊക്കെയാ കുത്തി ഉണ്ടോ അതെല്ലാം ഞങ്ങൾ സ്വീകരിച്ചോളൂ. വായിക്കാം, ഒരു വാക്യം വായിച്ചു തരാം. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞ് പ്രസംഗിക്കാനാണ് എൻ്റെ പണി. വേറെന്താ? പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും 32-ാം വാക്യം, സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെയോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോടുകൂടിയുള്ളവർക്കും വേണ്ടി കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുവീൻ. വാങ്ങുന്നതിനാൽ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്ന്. ഇത് വാങ്ങിക്കൂട്ടുക, വക്രിച്ചുണ്ടാക്കുക, കള്ളത്തരം പറഞ്ഞു കൂട്ടുക, ചതി, വഞ്ചനപ്പെടുത്തുക. സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയത്തെ വഷളാക്കി കളയുക, ചതിക്കുക. ചതി വിവിധ നിലയില. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, കവർന്നു കളയരുത്. ഹല്ലേലൂയ. ഭൗതികം കവർന്നെടുക്കുക. പൈസ ഇല്ലെങ്കിൽ പ്രസംഗമില്ല. സ്വോത്രാഴ്ച കിട്ടിയില്ലെങ്കിൽ പ്രസംഗമില്ല. പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്തൊക്കെ പാവ പിടിച്ച പാസ്റ്റർമാർക്ക് നിനക്ക് തരാൻ കയ്യിലില്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് പോരുമ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ട് പോകണം. അതാണ് യോഗ്യത. ഒരു ദൈവദാസന്റെ യോഗ്യത അതാ. അത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ല ചുമ്മാ പറയത്തില്ല. ചുമ്മാ പറയാൻ പറ്റത്തില്ല ആർക്കും. അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്യുക. പാവം പിടിച്ചവനാണ് കടം പിടിച്ച് തന്നെങ്കിൽ വാങ്ങിയിട്ട് വണ്ടിക്കാശ് മാത്രം എടുത്തിട്ട് ബാക്കി പോക്കറ്റ് തിരികെ വെച്ചിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് പോരെ. സ്വർഗം നിനക്ക് വേണ്ടി വേറെ വഴി തുറക്കും. അല്ല എന്താ? സ്വോത്രാഴ്ച നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരു സ്വോത്രാഴ്ച എടുക്കാം.
പേഴ്സ് എടുക്കാം, എന്നിട്ടോ അതിൽ ഏറ്റവും വലിയ തുക എടുത്ത് പൊക്കി പിടിക്കും. പണ്ടൊരു കൊച്ചുകുട്ടി കയ്യിൽ ബസ് കാശായിട്ട് കൊടുത്ത 50 രൂപയുടെ അത് പൊക്കി പിടിച്ചു. അടുത്ത അനൗൺസ്മെന്റ്, ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് വരുന്നുണ്ട്, വഞ്ചിപ്പെട്ടി പണപ്പെട്ടിയുമായിട്ട് വരുന്നുണ്ട്, പണസഞ്ചിയുമായിട്ട് വരുന്നുണ്ട്, അതിലേട്ട് നിക്ഷേപിക്കുക. അപ്പോൾ കൊച്ചു പറഞ്ഞു, അയ്യോ ഇതെന്ത് പകൽക്കൊള്ളയോ? ആ ശുദ്ധമായ തട്ടിപ്പ്. പാസ്റ്റർ ക്യാപ്റ്റൻ സാമുവൽ മീറ്റിംഗ് നടത്തുമ്പോൾ വളരെ അനുകരിക്കാൻ കൊള്ളാവുന്ന രീതിയാണ്. താനൊരു ഓഫർ ബോക്സ് അവിടെ വെക്കും, 1-2 ബോക്സ് എവിടെയെങ്കിലും വെക്കും, സൗരമാരുടെ ഭാഗത്ത്, അവരുമാരുടെ ഭാഗത്ത്. ഈ മീറ്റിങ്ങിന് വേണ്ടുന്ന ചെലവിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ, ഞങ്ങളീ പറഞ്ഞുകൊണ്ടാകരുത്, അങ്ങനെ ഈ മീറ്റിങ്ങിന് ഞാനൊരു പങ്കാളിയാകണമെന്ന് തോന്നിയാൽ നിങ്ങൾ ആ ബോക്സിലിട്ടേക്കുക, ഓഫർ ബോക്സിലിട്ടേക്കുക. തീർന്ന പ്രശ്നം തീർന്നു. എവിടെയെല്ലാം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ആ മീറ്റിങ്ങിന് ആവശ്യമായ ഭൗതിക നന്മ ദൈവജനം കൊടുത്ത് ആ വേലയിൽ പങ്കാളികളായിട്ടുണ്ട്. അത് മാത്രം അവർ അനുഗ്രഹിക്കപ്പെടും. നല്ല മനസ്സോടെ ചെയ്യുന്നതാണ്. അല്ല വല്ലവൻ്റെ കാതി കിടക്കുന്നത്, കഴുത്തേ കിടക്കുന്നത്, മൂക്കി കിടക്കുന്നത്, കാലേ കിടക്കുന്നത് ഒക്കെ പിടിച്ചു പറിച്ചെടുത്തിട്ട് ഞങ്ങളുടെ ദൈവദാസന്മാരെന്ന് പറയുമ്പോഴേ അതിൻ്റെ പിന്നിൽ ആ ദൈവദാസൻ എന്നുള്ള പദം അങ്ങോട്ട് വെട്ടി മാറ്റിയിട്ട് സാത്താൻ്റെ ദാസൻ എന്ന് നിങ്ങൾ പറയണം. മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനനം എന്നുള്ളത് കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ നടക്കുന്ന ഒരു വലിയ മഹത്തരമായ പ്രവൃത്തിയാണ്. അത് ദൈവത്താലാണ് സംഭവിക്കുന്നത്. വീണ്ടും ജനിപ്പിക്കുക ചെയ്യുന്നത്. അതിൽ മനുഷ്യൻ്റെ യാതൊരു ഇടപെടലുമില്ല. കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് നടക്കുന്ന മഹത്തരമായൊരു അനുഭവമാണ് ബോൺ അഗെയിൻ, വീണ്ടും ജനനം. അതിന്ന് സംഭവിക്കുന്നില്ല. വീണ്ടും ജനനം പ്രാപിച്ച കുറച്ച് വിശ്വാസികളെ ഭൂമിയിലുണ്ടോ എന്ന് ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. നല്ലൊരു ശതമാനം കടം മാറ്റി, കഷ്ടത മാറ്റി, ജോലി മേടിച്ചു കൊടുത്ത്, വീട് മേടിച്ചു കൊടുത്ത്, കാറ് മേടിച്ചു കൊടുത്ത്, വിസ മേടിച്ചു കൊടുത്ത്, എമിഗ്രേഷൻ ശരിയാക്കി, രോഗശാന്തി കൊടുത്ത്, ഭൂതശാന്തി കൊടുത്ത്, ആൾക്കാരെ കൂട്ടി വെച്ച് പാട്ടുപാടി പാട്ടിലാക്കിക്കൊണ്ടിരിക്കുക ഇന്ന്. ഒരേ ഹല്ലേലൂയ, സ്തോത്രം.